ഒരു ദിവസം ബാംഗ്ലൂർ വീട്ടിൽ ഇങ്ങനെ മഴയൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നാട്ടിൽ നിന്ന് എപ്പോഴോ ഏതോ ഒരു ചായക്കടയിൽ നിന്ന് കഴിച്ച പത്തിരി, അതായത് പൊരിച്ച പത്തിരിയുടെ മണവും സ്വാദും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്നും ഉണ്ടാക്കി നോക്കണമല്ലോ എന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കടയുടെ അതേ സ്വാദിലുള്ള പത്തിരിയാണ് ഉണ്ടാക്കാനുള്ള ശ്രമം. അപ്പോൾ നാട്ടിലെ എല്ലാ ചായക്കടക്കാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എന്താ തുടങ്ങുകയാണ്. വെൽക്കം ടു മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജ. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പെരുംജീരകം, സാധാരണ ജീരകം, ഉപ്പ്, നാളികേരം. ഇതാണ് നമ്മൾ പത്തിരിയിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ കേട്ടോ. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വെക്കാം. പക്ഷേ ഞാൻ കഴിച്ച ആ പത്തിരിയുടെ ടേസ്റ്റിൽ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി പത്തിരിക്ക് പ്രധാനമായും വേണ്ടത് എന്താ? അരിപ്പൊടിയാണ് അല്ലേ. നല്ല നൈസായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് നമ്മൾ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം എടുക്കണം എന്നാണ് പ്രമാണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോവാണ്. എന്നിട്ട് പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ്, ഞാനൊരു 1.5 കപ്പ് ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. വേണ്ടി വരുമോ എന്നറിയില്ല, എന്തായാലും പരീക്ഷണമാണല്ലോ, നോക്കാം നമുക്ക്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഉപ്പ്, പിന്നെ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകവും സാധാരണ ജീരകവും, അതിൽ പകുതി മുക്കാലും ഇപ്പം തന്നെ ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ, അതിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ നമ്മുടെ അരിപ്പൊടി അങ്ങിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടിട്ട് വെള്ളം കുറച്ചുകൂടി വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 1 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഞാനെടുത്ത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ആ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇതങ്ങ് വെച്ചേക്കുക. അപ്പോൾ ആ ആവിയിൽ ഒന്നുകൂടി നന്നായിട്ട് ഈ അരിപ്പൊടിയൊക്കെ വെന്തോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ജീരകങ്ങളും, അതായത് ജീരകങ്ങൾ എന്ന് പറഞ്ഞാൽ പെരുംജീരകവും മറ്റേ ജീരകവും നാളികേരവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വലിയ പൊള്ളുന്ന ചൂടല്ലാത്ത രീതിയിലേക്ക് വരുമ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇനി അഥവാ കൈ പൊള്ളുന്നു തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം അപ്പുറത്ത് വെച്ചിട്ട് അതിലിടയ്ക്കിടയ്ക്ക് കൈ നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൈ പൊള്ളില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല സ്നേഹത്തോടെ കുഴച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആക്ച്വലി ഞാൻ മിസ് ചെയ്ത ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ആദ്യം തുടക്കത്തിൽ തന്നെ നമുക്കൊരു 2 സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയത്, എപ്പോഴാണ് ആഡ് ചെയ്തത് കുഴപ്പമില്ല. അപ്പം നമ്മളങ്ങനെ മൈദയും എല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നെയ്യ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് കുഴയ്ക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഇത് നല്ല ഒരു ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുക്കാം. പക്ഷെ ചപ്പാത്തിയുടെ അത്രയും നേർത്ത് പോകരുത്. നമ്മൾ പത്തിരി ഫ്രൈ ചെയ്ത പത്തിരി കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു കട്ടി വേണം, അത്രയും കട്ടിയിൽ വേണം ഈ മാവ് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക, പൊടിഞ്ഞു പോവാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട്. എന്നിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് 2 രീതികൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ഇതുപോലൊരു അടപ്പെടുത്തിട്ട് ഇതുപോലെ അങ്ങ് അമർത്തി വെച്ച് റൗണ്ട് ഷേപ്പിൽ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പരത്തിയെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഓക്കെ, അതാണ് കുറച്ചുകൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. മറ്റത് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നി, അറിയില്ല കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. ആ പെരുംജീരകത്തിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. എനിക്ക് പണ്ട് കഴിച്ച ആ ഒരു പത്തിരിയുടെ ഏകദേശം സ്മെല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചൂട് ചായയും പുറത്തൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി അല്ലേ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ചായക്കടയിൽ കിട്ടുന്ന ഈ പൊരിച്ച പത്തിരി. വളരെ ഈസിയാണെന്ന് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട എന്താണെന്നറിയാലോ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യണം, കൂടെ ബെൽ ഐക്കണും. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനാണ് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ.